നോക്കട്ടെ. ഇഷ്ടപ്പെട്ട കുപ്പായോ? പൗഡർ പോയി. പെരുന്നാൾ ഡ്രസ്. കൈ തിരികെ ചാണി. പുളിയാവളെ. എൻ്റെ പെരുന്നാൾ ഡ്രസ് ബ്ലൂ കളർ അല്ലേ ലബ? ബ്ലൂ കളർ. എന്നാ കൈ തിരികെ തിരികേക്ക്. ടാറ്റാ. പോയി നിസ്കരിച്ചേരി. ക്യാമറയൊക്കെ നോക്കി ടാറ്റ ഇട്ടണിയപ്പാ. ഗായ്സ്, ഇപ്പച്ചിയും അനിയനും പോവാൻ നിൽക്കുകയാണ്. ഞാൻ ഇപ്പം നീച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെതായ പല കുറവുകളും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. യു ഡോണ്ട് വെറി. ഓക്കെ, എല്ലാവർക്കും ഈദ് മുബാറക്. മിക്സിയിൽ നമുക്ക് എന്താണ് എന്താ വെളുത്തുള്ളി ഇഞ്ചി ദെൻ ഇവിടെ ചിക്കൻ കറിക്കുള്ള പോത്തിനുള്ളത്, പയർ, പിന്നെ കുമ്പളങ്ങ കറി. അച്ഛൻ നല്ല ഉറക്കലാണ് ഗായ്സ്. സുന്ദരി 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 നല്ല ഉറക്കിലാണ് കേട്ടോ എൻ്റെ കുട്ടി. ഇതിൻ്റെ കുട്ടീൻ്റെ കുണ്ടിയാണേ. നമുക്ക് പുതച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകണം. പിന്നെ ഞാൻ മെഹന്തി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കയ്യിൽ. 99 രൂപേൻ്റെ കുപ്പായിട്ടിട്ട് പുളിയാണ് ദിൽസാൻ. പിന്നെ ഇന്നത്തെ ചായ എന്ന് പറയുന്നത് പൂരിയും ചിക്കൻ കറിയാണ്. പിന്നെ ഞങ്ങൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം അമ്മച്ചിക്ക് ബിരിയാണി ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെറുംചോറ്, അയക്ക് ബീഫ് കറി, അയക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി പുറത്ത് പോകണം, ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം. പിന്നെ ഒരു സ്ഥലം വരെ പോകാണ്ട് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിലാണ്. ഞാനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓടിപ്പോവുക. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മൊണ്ണ. അപ്പോൾ എല്ലാവർക്കും അഗൈൻ ആൻഡ് അഗൈൻ ടാറ്റാ. ഭൂരിയുണ്ട് 1 2 3 4 തരണം അറിയില്ല. ഞാൻ അത്ര ഒന്നും തിന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. കം ഓൺ ഗൈസ്. യെസ്, അടക്കോ ഇവിടക്ക് നല്ല തന്ന 100 റുപ്യ എന്തിയെ? പെരുന്നാൾ നിമിഷത്തിൽ പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? കുളിച്ചിട്ടാ പോവാ പെരുന്നാൾക്ക്. ടുഡേ സ്പെഷ്യൽ ഇതാണ് നമ്മളുടെ പായസം, പാലട മിക്സ്, മിൽമ. അപ്പൊ ഇവിടെ 7 പള്ളി തുടങ്ങും ചെയ്തു. ിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് നമ്മള് എപ്പോൾ ഇവിടെ ഇതിന് അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം അത് ട്രൈ ചെയ്യും. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാനാണ് ടേസ്റ്റ് നോക്കാറ്. എന്നിട്ട് പിന്നെ മനോട് പറയുന്നത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇന്ന് ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കുടിച്ചിട്ട് പറയാം. അപ്പോൾ ഞാനിവിടെ പായസം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നോക്കാം. മിൽമന്റെ പാലട മിക്സ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയാണ്. അടിപൊളി പായസം, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ, എനിക്കിഷ്ടപ്പെട്ടു.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ നമ്മള് സാധാ ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പച്ചും ഞാനും എല്ലാരും കൂടിയിട്ടാണ് കേട്ടോ എടുത്തു വെക്കണത്. ഇപ്പച്ചിക്ക് മടിയാണ് കേട്ടോ ഭക്ഷണത്തിന് ഫുഡൊക്കെ കൊണ്ടുവെക്കാൻ. പക്ഷേ ഇവിടെ വന്ന ഇപ്പച്ചിന്റെ പണി ഞാൻ നല്ലോണം പണി എടുപ്പിക്കൂട്ടോ. എന്നിട്ട് ഇപ്പച്ചിക്ക് പരാതിയാണ്, പെരീക്ക് വരാൻ അയക്കൂല ഈ പണി എടുപ്പിച്ചിട്ടെന്ന്. നമ്മൾ സാധാ ചോറ് ഞങ്ങൾക്ക് പ്രാവശ്യം പെരുന്നാളില്ല. എന്റെ അനുസരിച്ചിന്റെ കുട്ടി മരിച്ച കാരണം സാധാ ഭക്ഷണം അതെ പുതിയതുമില്ല. ഇട്ടുകണമെങ്കിൽ ആരും കിട്ടില്ല. എല്ലാവരുടെ വീട്ടിലും ബിരിയാണി ഒക്കെ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ അണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ബിരിയാണി നെയ്ച്ചോറ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടാണ് നമുക്ക് ചടപ്പുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നഖത്തുമ്പോൾ ബ്ലാക്ക് ഹെന്ന ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓർഗാനിക് ആണ്, അതുകൊണ്ട് തന്നെ വെള്ളം ചേരും. നമ്മൾ മൈലാഞ്ചിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് കവറിങ് കുറവുണ്ട്. ഇപ്പം ഞാനുള്ളത് നമ്മൾ മലപ്പുറം ജാംജൂമിലാണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ ജാംജൂമിൽ ഞാൻ ആകെ ഒരു വട്ടം വന്നിട്ടുള്ളൂ. എനിക്ക് മേലത്തെ ഫ്ലോറും കൂടി കാണാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മേലെ എന്തായാലും വെറുതെ വന്നതല്ലേ, മേലെയും കൂടി കയറി കാണാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഡാസ്ലറിൻ്റെ ഒരുപാട് ടെസ്റ്റർ ഐറ്റംസ് ഇരിക്കുന്നത്. പിന്നെ ഗായ്സ് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ എന്തെല്ലാം ക്യൂട്ട് പ്രൊഡക്ട്സ് ആണെന്ന് അറിയോ. മിനിസോ മരത്തൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് ഒരുപാട് ടെഡി കാര്യങ്ങൾ എല്ലാതും അവൈലബിൾ ആണ്. ആ ഷോപ്പിക്ക് നമ്മൾ ജാംജൂമിക്ക് ചെന്നാൽ നമുക്ക് എല്ലാതും ഉണ്ടാവും കേട്ടോ. കീച്ചൻ ആയിക്കോട്ടെ എല്ലാതും ഉണ്ട്. അടിപൊളിയാണ് സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഞാനിപ്പോൾ തപ്പിടെ എന്താ വെച്ചാൽ എനിക്കൊരു നെക്ക് ചെയിൻ വേണമായിരുന്നു. അപ്പോൾ നല്ല നല്ല നെക്ക് ചെയിനൊക്കെ കണ്ടപ്പോൾ ഞാനത് നോക്കുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ വിചാരിച്ച മോഡൽ ഉണ്ടായിരുന്നില്ല, വേറെ കുറേ ഉണ്ടായിരുന്നു. മോശമാണ്. നിങ്ങൾക്കറിയാം മിനീസോ ഏതാണ്? നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടോ. ദിസ്പെര ആൻഡ് ദിസ്പെര ഇവിടുന്ന് ഓടിക്കാഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടുന്ന് ഓടിച്ചു. സോ ഇനി ഇവിടെ നമ്മൾ ഇവിടെ എന്താ പറയുക, എന്തോ ഒരു മോട്ടോസിന് എന്തോ വന്നിട്ടുണ്ട്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ക്ലീനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കംപ്ലീറ്റ് ഈദ് ലുക്ക് എന്ന് പറയുന്നത്. റെഡ് ചുരിദാർ മേടിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് സിമ്പിൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്നുള്ളത് പറയും. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും റീലൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടിമ്പോൾ പോന്നപ്പോത്തിന് ഞങ്ങൾക്ക് ആകെ തരിപ്പണമായിട്ടോ. കാരണം അമ്മടുത്ത വെയിലായിരുന്നു. 4 മണി ആയിക്കണ സമയം. പെരുന്നാളതിനോണ്ട് കഫൊന്നും തുറന്നിട്ടില്ല, ഹോട്ടലൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് ഒരു സർവത്ത് കുടിക്കാന്നുള്ളത് കേട്ടോ. ഭയങ്കര മധുരവും ഭയങ്കര തണുപ്പും. എനിക്ക് ഫസ്റ്റ് തൊട്ട് കുടിച്ചപ്പോൾ അണ്ണാക്കിലോട്ട് അങ്ങോട്ട് കയറി. I arrived in my home. അച്ഛന് 2 മുട്ടായൊക്കെ വാങ്ങിക്കുന്നു. സോ പോയേക്കാം എന്താ അവസ്ഥ. ഞാനോ അല്ല, ഞാൻ പുറത്തു പോയതായിരുന്നു. പെരുന്നാളല്ലേ. ഞാൻ പെരീക്ക് ചെന്നപ്പോൾ എൻ്റെ ഉമ്മച്ചിന് പുതിയ ചുരിദാർ അടിക്കാൻ വേണ്ടി ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് കാണണം, നിങ്ങളിത് കാണണം. ഒരവസരം എനിക്ക് തരണേ. അടിയുള്ള ഡാഡി, അടിയുള്ള ഡാഡി. എന്താണ് ഞാൻ റെഡിയാക്കി തരട്ടെ. വല്ല നടക്കുവോ? ആ ഡ്രസ്സ് കത്തണ്ട. മീൻ അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈദ് വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ. ടാറ്റാ.